ഹായ്. മലയാളത്തിന്റെ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന സിനിമ, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ, മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് പാട്രിയറ്റ്. സിനിമ ഏപ്രിൽ 23-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയ്ക്ക് ഇതുവരെ ഇതിന്റെ അണിയറ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഒന്നും കൊടുത്തിട്ടില്ല. മലയാളത്തിന്റെ ഏറ്റവും വലിയ താരങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രൊമോഷൻ മാത്രമാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് അണിയറക്കാർ കൊടുത്ത പ്രൊമോഷൻ അല്ല, പ്രേക്ഷകരുടെ ഉള്ളിൽ അവർ ഒന്നിക്കുന്നു എന്നുള്ളൊരു ഹൈപ്പാണ്. പക്ഷെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏപ്രിൽ 1 മുതൽ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. സിനിമ റിലീസ് ആവുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഹൈപ്പ് സിനിമയ്ക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. വമ്പൻ പരിപാടികളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടേതായിട്ട് 3 മിനിറ്റിന് മുകളിലുള്ള ഒരു ട്രെയിലർ അടുത്ത് തന്നെ നമ്മളുടെ മുന്നിലേക്ക് എത്തും. മിക്കവാറും അത് 5-ാം തീയതി ആയിരിക്കും, അതായത് ഈസ്റ്റർ ദിനത്തിലായിരിക്കും നമ്മൾക്ക് മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയായിരിക്കും അത് എന്ന് ഇതിന്റെ അണിയറക്കാർ ഉറപ്പു തരുന്നുണ്ട്. ഇത് ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതായത് ഇത് ഒരാളുടെ സിനിമയല്ല, ഇതൊരു മമ്മൂട്ടി സിനിമയാണ് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു മോഹൻലാൽ സിനിമയാണ് എന്ന് പറയാൻ സാധിക്കില്ല, ഫഹദ് സിനിമയാണോ, ചാക്കോച്ചൻ സിനിമയാണോ, നയൻതാര സിനിമയാണോ, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. ഇതിന്റെ സംവിധായകൻ തന്നെ പറയുന്നു, ഒരു താരത്തിന് വേണ്ടി എഴുതിയ കഥയല്ല, ഈ കഥയിലേക്ക് താരങ്ങൾ വന്നതാണ് എന്ന്. ഓരോ കഥാപാത്രത്തിനും വേണ്ട കൃത്യമായിട്ടുള്ള പ്രാധാന്യം സിനിമയിലുണ്ട് എന്ന് സംവിധായകൻ ഉറപ്പു തരുന്നുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം അഭിനയിച്ച 2 പേർ, ഒന്ന് ചാക്കോച്ചനും ഒന്ന് മമ്മൂട്ടിയുമാണ്. അതിനുശേഷമാണ് ഫഹദ് ഫാസിലും മോഹൻലാലും നയൻതാരയും എല്ലാം വരുന്നുള്ളൂ. അതായത് മോഹൻലാലിന് ഏകദേശം 1 മാസത്തോളം ഷൂട്ടും ഫഹദിന് 40 ദിവസത്തോളം ഷൂട്ടുമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയും ചാക്കോച്ചനും ഒരുപാട് ദിവസങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 100ഓളം ദിവസങ്ങൾ ഇവർ ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ വിജയ പരാജയം ഈ താരങ്ങളെ എല്ലാം ബാധിക്കും എന്നുള്ളതും എടുത്തു പറയുന്നു. അതായത് സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം മമ്മൂട്ടിക്കും മോഹൻലാലിനും ചാക്കോച്ചനും ഫഹദിനും എല്ലാം കിട്ടും. പരാജയപ്പെട്ടാലും അതുപോലെ തന്നെയാണ്. 140 കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്, അതായത് വലിയ ബഡ്ജറ്റിലാണ്. ഈ തുക തിരിച്ചുപിടിക്കാൻ സിനിമ വലിയ കളക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. 140 കോടി തിയേറ്ററുകളിൽ നിന്ന് തിരിച്ചുപിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതായത് ഷെയറിലൂടെ തിരിച്ചുപിടിക്കും എന്ന് വിശ്വസിക്കുന്നില്ല. 250 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ഷെയർ സിനിമയ്ക്ക് കിട്ടും. ബാക്കിയുള്ള ബിസിനസ്സുകളിലൂടെ സിനിമയ്ക്ക് ലാഭകരമാവുകയും ചെയ്യാം. അപ്പൊ എന്തായാലും 250 കോടിയോളം കളക്ഷൻ നേടിയാൽ മാത്രമേ സിനിമയുടെ മുടക്ക് മുതൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുകളിൽ പോയാൽ സിനിമ വലിയ വിജയമായി മാറും. എന്തായാലും നല്ല രീതിയിലുള്ള ബിസിനസ് സിനിമയ്ക്ക് നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് അവർ നല്ല രീതിയിൽ പരസ്യം കൊടുത്ത് നല്ല രീതിയിൽ ഹൈപ്പ് കയറ്റിയിരുന്നു എങ്കിൽ ഗംഭീരമായിട്ടുള്ള ബിസിനസ് ഈ സിനിമയ്ക്ക് നടന്നേനെ. പരസ്യം കൊടുക്കാതെ, ഹൈപ്പ് കൊടുക്കാതെ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട് എന്ന് പോലും പല ആൾക്കാർക്കും അറിയാത്ത രീതിയിൽ ആക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര കോടി ഷെയർ വേണം, ഞങ്ങളുടെ സിനിമ OTT തരണമെങ്കിൽ ഇത്ര കോടി തരണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വമ്പൻ ബിസിനസ് നേടേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പാട്രിയറ്റ് എന്ന സിനിമ. വലിയ ബഡ്ജറ്റ്, മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു, കൂടാതെ ചാക്കോച്ചൻ, ഫഹദ്, നയൻതാര ഇവരെല്ലാം ഉണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഹൈപ്പ് അവർ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് ഒന്ന് ലോ ആയി പോയത്. ദൃശ്യം 3യുടെ ബിസിനസിന്റെ പകുതി പോലും ഈ സിനിമയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ടീം തന്നെയാണ്. നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും സിനിമ എത്തുന്നതിന് മുന്നോടിയായി ലാലേട്ടനും മമ്മൂക്കിയും ഒരുമിച്ച് സിനിമയെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 30 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ. അതായത് ഫസ്റ്റ് ഡേ തന്നെ 30 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈപ്പ് കയറി കഴിഞ്ഞാൽ 30 കോടിക്ക് മുകളിൽ സിമ്പിളായി നേടിയെടുക്കാൻ പാട്രിയറ്റ് എന്ന സിനിമയ്ക്ക് സാധിക്കും. എന്തായാലും ഏപ്രിൽ 5-ന് സിനിമയുടെ ട്രെയിലർ വരുന്നുണ്ട് നമുക്ക് മുന്നിലേക്ക്. 3 മിനിറ്റിന് മുകളിലാണ് അതിന്റെ ദൈർഘ്യം. തീർച്ചയായും ഗംഭീരമായിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഗംഭീരമാവട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.